ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു ജോബ് റോൾ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ദിസ് ഈസ് സന്തോഷ് സേതുമാധവൻ ഫോർ യു ഫ്രം എൻട്രി. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് കേരളത്തിലെ ജോബ് സെക്ടറിൽ യുവാക്കളെ കൃത്യമായിട്ട് സർക്കാർ ജോലിയിൽ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻട്രി നിങ്ങളുടെ മുന്നിൽ KSEBയിലെ അവസരങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഈ ഒരു സെഷനുമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയുള്ള പ്രിയപ്പെട്ട എഞ്ചിനീയേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ജോലി എന്ന് പറയുന്നത് KSEBയിൽ കയറുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഇത് എങ്ങനെയാണ് സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് KSEBയിലെ ഒരു ഉദ്യോഗസ്ഥനാവാൻ സാധിക്കുക, ഒരു എഞ്ചിനീയർ ആവാൻ സാധിക്കുക എന്നുള്ളത്. ആ സംശയത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഈ ഒരു സെഷൻ മുഴുവനായിട്ട് കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റുകൾ, സബ് എഞ്ചിനീയർ ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാം, എന്തൊക്കെയാണ് അവിടുത്തെ ജോബ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എത്ര കിട്ടും, എന്താണ് പേയ്മെന്റ് സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങൾ, അതേപോലെ പ്രൊമോഷൻ കിട്ടി നമുക്ക് എവിടം വരെ പോവാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി. ആൻഡ് ഡിയർ സിവിൽ എഞ്ചിനീയേഴ്സ്, ഇഫ് എനിബഡി ഈസ് ലിസണിങ്, സിവിൽ എഞ്ചിനീയേഴ്സിന് ഇതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഇത് കേട്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിലെ ആളുകളോട് പറഞ്ഞോളൂ, സിവിൽ എഞ്ചിനീയേഴ്സിനും KSEBയിൽ അവസരമുണ്ട്. അത് നമ്മൾ ഇതിനുള്ളിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം, വൈ KSEB, എന്തുകൊണ്ട് KSEB? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന, ഡിപ്ലോമയാവട്ടെ ഡിഗ്രി ആവട്ടെ, ഇത് കഴിഞ്ഞിറങ്ങുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോബ് KSEBയിലാണ്. വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പോലും നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സെക്ടർ ഒരിക്കലും ഇല്ലാതാവില്ല. പവർ ജനറേഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ, പവർ ട്രാൻസ്മിഷൻ സെക്ടർ, കേരളത്തിൽ ഇതിന്റെ മോണോപോളി KSEBക്കാണ്. 99% ഓഫ് പവർ സെക്ടർ ഭരിക്കുന്നത് KSEB ആണ്. ഇതൊരിക്കലും ഇല്ലാതാവില്ല. കാരണം പവർ സെക്ടർ ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറും ഇല്ലാതാവും. ഈ പവർ സെക്ടറിൽ മാറ്റങ്ങൾ വരുമെന്ന് മാത്രം നിങ്ങൾക്കറിയാം. നമ്മൾ പവർ സ്റ്റേഷനുകളിൽ, പ്രത്യേകിച്ച് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസിൽ നിന്ന് റിന്യൂവബിൾ എനർജി റിസോഴ്സസിലേക്ക്, സോളാർ പവർ പ്ലാന്റുകളിലേക്കൊക്കെ മാറുന്ന മാറ്റം വരും. ആ മാറ്റത്തെയും ലീഡ് ചെയ്യുന്നത് KSEB ആണ്. സോ പവർ സെക്ടറിൽ മാറ്റങ്ങൾ വരുമെന്നല്ലാതെ പവർ സെക്ടറിലെ ജോബ് ഒരിക്കലും ഇല്ലാതാവില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ഒരു 2300ഓളം പേര് KSEBയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2300ഓളം പേര് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓരോ വർഷവും പുതിയ വേക്കൻസി വരും. കാരണം സെക്ടർ വലുതാവുകയാണ്, പുതിയ വേക്കൻസീസ് വരും. നിലവിലുള്ള ആളുകൾ റിട്ടയർ ചെയ്തിറങ്ങും. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഇതിനകത്ത് വരുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ട് അതിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിനെ ക്ഷണിക്കും. അതിനുവേണ്ടി BTech ഉള്ളവർക്ക് അല്ലെങ്കിൽ BE ഉള്ളവർക്ക്, BTech ഓർ BE, ബാച്ചലർ ഓഫ് ടെക്നോളജി ഓർ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ട്രിപ്പിളി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അലൈഡ് ബ്രാഞ്ചസിലോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് താഴെയുള്ള പോസ്റ്റ് ആയിട്ടുള്ള സബ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. സബ് എഞ്ചിനീയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവര് 7200-ലധികം 7200ഓളം ആളുകൾ സബ് എഞ്ചിനീയർ ആയിട്ട് KSEBയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സബ് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഇതേപോലെ വേക്കൻസീസ് വരും. ആളുകൾ റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള വേക്കൻസിയും സെക്ടർ വലുതാവുമ്പോൾ കൂടുതൽ അഡീഷണലി ജോബ് റോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ വേക്കൻസീസ് എല്ലാ കാലത്തും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടാവും. എന്റെ പല സുഹൃത്തുക്കളും നിങ്ങളുടെ ഉണ്ടാവും. പല സുഹൃത്തുക്കളും സീനിയേഴ്സും ഒക്കെ KSEBയിൽ കോൺട്രാക്ട് ജോബ് ചെയ്യുന്നുണ്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട്. ഈ പറഞ്ഞ പോസ്റ്റുകളിൽ കോൺട്രാക്ട് ആയിട്ട്, സബ് എഞ്ചിനീയർ പോസ്റ്റിലൊക്കെ കോൺട്രാക്ട് ജോബ്, ഓവർസിയർ പോസ്റ്റിലൊക്കെ കോൺട്രാക്ട് ജോബ്, 1 ഇയർ കോൺട്രാക്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. കോൺട്രാക്ട് ജോബ് അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം, ഇൻസെക്യൂർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ ഒരു PSC പരീക്ഷ എഴുതിയിട്ട് പെർമനന്റ് പോസ്റ്റിംഗിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ഇൻസെക്യൂരിറ്റിയും ഇല്ല. ഒരു ഗവൺമെന്റ് ജോബാണ്, അതും വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബാണ് KSEB ഓഫർ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിവിൽ എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ, സിവിൽ എഞ്ചിനീയേഴ്സ് KSEBയുടെ പവർ സ്റ്റേഷൻ അടക്കം KSEBയുടെ ഒരു സിവിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടല്ലോ, സബ് സ്റ്റേഷനുകൾ, ഇതിന്റെ ഒക്കെ കാര്യങ്ങളിൽ PWDയുടെ സപ്പോർട്ടോട് കൂടെ തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനെയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പൊ സിവിൽ എഞ്ചിനീയേഴ്സിനും വേക്കൻസീസ് ഉണ്ട്. ഒരു 330 മുതൽ 400 വരെയുള്ള പോസ്റ്റുകളിൽ സിവിൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യം വരാറുണ്ട്. സിവിൽ എഞ്ചിനീയേഴ്സിനെയും KSEBക്ക് വേണ്ടി ജോബ് വേക്കൻസീസ് ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കൂടെ സിവിൽ എഞ്ചിനീയേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. KSEBയിൽ നമുക്കും കയറാനായിട്ട് സാധിക്കും. എന്താണ് KSEB ചെയ്യുന്നത്? എന്താണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയുടെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ: ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ കംപ്ലീറ്റ് മൊണോപോളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാണ്? KSEBക്കാണ്.
ഇതിൽ ഇലക്ട്രിക്കൽ ജനറേഷൻ എന്ന് പറയുമ്പോൾ പവർ സ്റ്റേഷനുകളിൽ വെച്ചുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഇടുക്കിയിലെ മൂലമറ്റത്തുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അവിടുന്നാണ് കേരളത്തിന് വേണ്ട ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പുറമെ മറ്റ് ചെറിയ ചെറിയ പള്ളിവാസലടക്കമുള്ള ഒരുപാട് ചെറിയ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പവർ ഗ്രിഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നുണ്ട് പുറത്തു നിന്ന്. പ്രത്യേകിച്ച് കൂടംകുളത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷനും എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സോ പവർ ജനറേഷന് അതിന് പുറമെ തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ട്. കായംകുളത്തും ബ്രഹ്മപുരത്തും ഒക്കെയുള്ള തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ട്. അവിടെയൊക്കെ പവർ ജനറേഷൻ നടക്കുന്നുണ്ട്. സോ ജനറേഷൻ സെക്ടർ ആണ് ഒന്നാമത്തത്. പിന്നെ ഉള്ളത് ട്രാൻസ്മിഷൻ ആണ്. ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയേഴ്സിന് റോള് വരുന്നത് ട്രാൻസ്മിഷനിലാണ്. ഈ ഉണ്ടാക്കിയ വൈദ്യുതി നമ്മുടെ വീടുകളിൽ എത്തിക്കണ്ടേ? അപ്പൊ ആ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു ട്രാൻസ്മിഷൻ വലിയ വലിയ ഉയർന്ന ടവറുകളിലൂടെ 66 kV 33 kV ലൈൻസിലൂടെയൊക്കെയുള്ള ട്രാൻസ്മിഷൻ അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷൻസിലേക്ക് എത്തുന്നത് വരെ, പല പല ലെവലുകളിലൂടെ കടന്നു വന്ന് സബ്സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത് വരെ ഇതിനിടയിൽ ഒരുപാട് ട്രാൻസ്ഫോമറുകൾ, പല പല ഘട്ടങ്ങൾ. ഇത് ആണ് ട്രാൻസ്മിഷൻ സെക്ടർ. അവിടെയും എഞ്ചിനീയേഴ്സിന് റോൾ ഉണ്ട്. ആൻഡ് ദ ഫൈനൽ വൺ, ഡിസ്ട്രിബ്യൂഷൻ. അവസാനത്തെ 11 kV സബ്സ്റ്റേഷനുകളിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിലേക്കും കടയിലേക്കും ഷോപ്പിംഗ് മാളിലേക്കും ഇൻഡസ്ട്രീസിലേക്കും ഒക്കെ പവർ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ. ആ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറാണ് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്, അല്ലെ? സാധാരണക്കാരുമായിട്ട് നേരിട്ട് ബന്ധം ആ കറണ്ട് തരുന്ന ഡിസ്ട്രിബ്യൂഷൻ സെക്ടറാണ്. അവിടെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ KSEB ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ഹലോ ഇവിടെ കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലും ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലെറ്റ് മീ ടെൽ യു, ഏകദേശം 33,000-ഓളം ആളുകൾ പല സെക്ടറുകളിലായിട്ട് KSEBയിൽ എഞ്ചിനീയേഴ്സ് അല്ല, നോൺ എഞ്ചിനീയറിംഗ് ജോബുമായിട്ട് അത്രയും ആളുകൾ KSEBയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല പല ജോബ് റോളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബ്, കാരണം എഞ്ചിനീയേഴ്സ് ആണ് ഈ പറയുന്ന സിസ്റ്റത്തെ റൺ ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ആർക്കൊക്കെയാണ് ഈ പറഞ്ഞ ജോബിലേക്ക്, എഞ്ചിനീയറിംഗ് ജോബ്സിലേക്ക് കയറാൻ പറ്റുന്നത്? 3 കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, ITI ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും. ITIയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന, പ്രത്യേകിച്ച് ലൈൻമാൻ കോഴ്സുകൾ, വയറിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിൻ്റെ ഒരു ബേസ് ലെവൽ ജോബായിട്ടുള്ള ലൈൻമാൻ സെഷൻ നേരിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെ, നമ്മൾ എന്തെങ്കിലും തരത്തിൽ കറണ്ട് പോയ അവസ്ഥയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മഴയത്ത് മരം പൊട്ടി വീണ അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? KSEBയിലേക്ക് വിളിക്കുമ്പോൾ ഒരു ലൈൻമാൻ വന്നിട്ട് അത് പരിശോധിക്കും. അപ്പോൾ ലൈൻമാൻ പോസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ലൈൻമാൻ കഴിഞ്ഞ് അതിന് മുകളിലേക്ക് ഓവർസിയർ പോസ്റ്റുകൾ, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഈ പറഞ്ഞ ITI ഗ്രാജുവേറ്റ് സെഷനിലുള്ളവർക്ക്, ITI ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്തിട്ട് കയറാനായിട്ട് പറ്റും. ഡിപ്ലോമ ഹോൾഡേഴ്സിന് നമ്മൾ പറഞ്ഞ ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം സബ് എഞ്ചിനീയർ പോസ്റ്റാണ്. നമുക്ക് ഒരു വലിയ പോസ്റ്റ് മുന്നിലുള്ളപ്പോൾ ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പോസ്റ്റ് നോക്കി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സോ സബ് എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഡിപ്ലോമയ്ക്ക് മുകളിൽ ഡിഗ്രി വരുമ്പോൾ BTech ഡിഗ്രി അല്ലെങ്കിൽ BE ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഡിപ്ലോമ ഹോൾഡേഴ്സ് മുതലുള്ളവർക്ക് സബ് എഞ്ചിനീയർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. BTech ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ മറ്റ് അലൈഡ് ബ്രാഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, BTech ഓർ BE ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. BTechകാര് സബ് എഞ്ചിനീയർ ആവുന്നതിനേക്കാൾ ഐ വിൽ ടെൽ യു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുന്നതാണ് നല്ലത്. സബ് എഞ്ചിനീയർ ആയാലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാം. സ്വാഭാവികമായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കീഴിലാണ് സബ് എഞ്ചിനീയർ പോസ്റ്റ് വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ സബ് എഞ്ചിനീയർ പോസ്റ്റുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പൊ 2 പരീക്ഷയ്ക്കും നമുക്ക് ഒരേ രീതിയിൽ പഠിക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച 4 വർഷം കുത്തിയിരുന്ന് നമ്മൾ പഠിച്ച എഞ്ചിനീയറിംഗ് ഡിഗ്രി, അല്ലെങ്കിൽ 3 വർഷം നമ്മൾ പഠിച്ച ഡിപ്ലോമ, ആ ഡിപ്ലോമയിലെ കോർ സബ്ജക്റ്റുകൾ വെച്ച് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാം. സബ് എഞ്ചിനീയർ പോസ്റ്റിന് ഡിപ്ലോമ മതി. ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് 2 പോസ്റ്റിനും വേണ്ടി ഒരേ സിലബസ് വെച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ച് നമുക്ക് ഈ പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഇഫ് യു ബിക്കം എ സബ് എഞ്ചിനീയർ, നിങ്ങളൊരു സബ് എഞ്ചിനീയർ ആയാൽ എന്താണ് സബ് എഞ്ചിനീയറുടെ റോള്? ഒരു നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള KSEBയുടെ ഒരു യൂണിറ്റിൽ, നമ്മളവിടെ സബ്സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ആ സബ്സ്റ്റേഷനുകളിൽ എത്തിയ ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ ദൂരെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ജനറേഷൻ സെക്ടറിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ നമ്മുടെ സബ്സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ
അവിടെ നിന്നാണ് ആ ഡിസ്ട്രിബ്യൂഷന്റെ ആരംഭം വരുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ നിയന്ത്രിക്കുന്നത് സബ്സ്റ്റേഷനിൽ നിന്നാണ്. അവിടെയാണ് സബ് എഞ്ചിനീയറുടെ പ്രധാനപ്പെട്ട റോൾ. ദാറ്റ് ഇൻക്ലൂഡ് ഡിസൈൻ ആൻഡ് പ്ലാൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ട് ആൻഡ് സപ്പോർട്ട് ആൻഡ് സർവീസസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു സബ്സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രദേശത്തേക്ക് എങ്ങനെയൊക്കെയാണ് വൈദ്യുതി എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഡിസൈൻ ആൻഡ് പ്ലാനിങ്, അത് എത്തിക്കുന്ന ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ആ വൈദ്യുതി എത്തിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുക, പ്ലസ് കൃത്യമായ ഇടവേളകളിൽ അത് മെയിൻ്റനൻസ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സബ് എഞ്ചിനീയറുടെ അണ്ടറിലാണ്. ഇതിന് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻമാൻ, ഓവർസിയേഴ്സ് അടക്കമുള്ള വർക്കേഴ്സ് സബ് എഞ്ചിനീയറുടെ കീഴിലുണ്ടാവും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് പലതും ചെയ്യുന്നത്. ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ട് നമ്മൾ ഒരു പുതിയൊരു ഇൻഡസ്ട്രിക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതൊരു സബ് എഞ്ചിനീയർ പോയിട്ട്, സബ് എഞ്ചിനീയറോ അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഒക്കെ പോയിട്ട് അത് ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. അതിന് വേറെ ഉദ്യോഗസ്ഥരും ഉണ്ടാവും, സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ടർ റോൾ സബ് എഞ്ചിനീയർക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ മൊത്തം സിസ്റ്റത്തിന് ഒരു സപ്പോർട്ട് ആൻഡ് സർവീസ്. കാരണം ആരാണ് കൺസ്യൂമേഴ്സ്? പൊതുജനങ്ങളാണ്. പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ട സപ്പോർട്ട് ആൻഡ് സർവീസസ് കൊടുക്കുക, ഇതൊക്കെ സബ് എഞ്ചിനീയറുടെ ഡ്യൂട്ടിയാണ്. ഒരേ സമയം നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോർ സെക്ടർ ജോബ് ചെയ്യുന്നു, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സെക്ടറിൽ ജോലി ചെയ്യുന്നു, ജനങ്ങളുമായിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സെക്ടറിൽ നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് സബ് എഞ്ചിനീയർ പോസ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സബ് എഞ്ചിനീയർ പോസ്റ്റിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൽ ഇപ്പറഞ്ഞ സബ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ ഓവർസീൻ ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള റോളാണ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്കുള്ളത്. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ പറയുന്ന മൊത്തം ഓഫീസിന്റെ ഹെഡ് ആയിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കീഴിൽ ഒരു സബ്സ്റ്റേഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സബ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുമായിരിക്കും. വൺ സബ് എഞ്ചിനീയർ വിൽ ബി അണ്ടർ സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ട്, വൺ വിൽ ബി ഡിസൈനിങ് ആൻഡ് പ്ലാനിങ്. അങ്ങനെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ജോലിയുടെ ഒരു ഡൈനാമിക് ഓപ്പറേഷൻ, ഒരു ഡൈനാമിക് സ്വഭാവം അല്ലെങ്കിൽ ഡൈനാമിക് ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾക്ക് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാനായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് ഓഫീസിൽ കുത്തിയിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്ന് ഇറങ്ങി നടക്കണം, ഫീൽഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. ഇവിടെ രണ്ടും നടക്കും. KSEBയിൽ രണ്ടും നടക്കും. ഓഫീസിൽ അറ്റ് ദ ഡെസ്ക് യു ഹാവ് വർക്ക് ആൻഡ് അറ്റ് ദ ഫീൽഡ് യു ഹാവ് ടു റൺ. ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യാൻ KSEBയെ സംബന്ധിച്ച് ഫീൽഡിലാണ് കൂടുതൽ വർക്ക് ചെയ്യുക. കണ്ടക്ടിങ് റെഗുലർ ഇൻഫ്രാസ്ട്രക്ചർ ടെസ്റ്റ്, ഓവർസീയിങ് എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സ്, എക്സിക്യൂട്ടിംഗ് ഓൺ സൈറ്റ് ഇലക്ട്രിക്കൽ റിപ്പേഴ്സ്. സൈറ്റിലുള്ള വർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കൂട്ടാനും കൂടുതൽ ലെവലിലേക്ക് കൂട്ടാനും നമ്മൾ പഠിച്ച സബ്ജക്ട് കൃത്യമായിട്ട് പ്രയോഗിക്കാനും പറ്റുന്ന ഒരു ഫീൽഡാണ്. അതേപോലെ തന്നെ അറ്റ് ദ ഡെസ്ക് ഓഫീസിൽ ഈ പറയുന്ന സബ്സ്റ്റേഷന്റെ ഓഫീസ് ആവട്ടെ, KSEBയുടെ ഓഫീസ് ആവട്ടെ, അവിടെ എൻഷുറിംഗ് ടെക്നിക്കൽ കംപ്ലയൻസ്, മാനേജിംഗ് ഷിഫ്റ്റ് ഷെഡ്യൂൾസ്, പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. പ്രത്യേകിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ മുകളിലുള്ള പോസ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാനേജർ ലെവൽ പോസ്റ്റുകളിലേക്ക് നമ്മൾ വരിക. എഞ്ചിനീയേഴ്സ് തന്നെയാണ് എഞ്ചിനീയേഴ്സിന്റെ മാനേജർ ലെവൽ പോസ്റ്റുകളിലേക്ക് വരിക. അപ്പൊ എവിടേക്കൊക്കെ ഏതൊക്കെ പോസ്റ്റിലേക്ക് നമുക്ക് കയറി പോവാൻ പറ്റും, പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെ, ഇത് നന്നായി അറിഞ്ഞിരിക്കണം കേട്ടോ എല്ലാവരും. ഇതില് ഏറ്റവും താഴെ എഞ്ചിനീയർ സെക്ടർ മാത്രമാണ് നമ്മൾ പറയുന്നത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരെ സംബന്ധിച്ചാണ് പറയുന്നത്. സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഓർ ഡിഗ്രി ഹോൾഡേഴ്സിന് എൻ്റർ ചെയ്യാം. സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും എൻട്രി ലെവലാണ്, നമുക്ക് ഡയറക്റ്റ് കയറാനായിട്ട് പറ്റും. ഇവിടെ സാലറി സ്കെയിലിൽ സ്വാഭാവികമായിട്ട് വ്യത്യാസമുണ്ട്. സബ് എഞ്ചിനീയർക്ക് നിലവിലുള്ള സാലറി സ്കെയിൽ ഞാൻ പറയാം, 41,600. സ്റ്റാർട്ടിംഗ് സാലറി 41,600 രൂപ ടു 82,400. ഇത് ഇൻക്രിമെന്റ് ഓരോ വർഷവും വന്ന് 82,400 വരെ എത്തും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 41,600 ആണ്. അടിസ്ഥാന ശമ്പളം ആലോചിച്ച് നോക്കിയേ, 40,000 മുകളിൽ അടിസ്ഥാന ശമ്പളം മാത്രമല്ല കേട്ടോ കയ്യിൽ കിട്ടുന്നത്. ഒരു ഗവൺമെന്റ് ജോബിൽ അടിസ്ഥാന ശമ്പളം മാത്രമല്ല കയ്യിൽ കിട്ടുന്നത് എന്നുള്ള ആലോചിക്കുക. നമുക്ക് അലവൻസസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. അലവൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വാർത്തകളിലൊക്കെ കാണാറില്ലേ, DA, സർക്കാർ ജോലിക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലവൻസ് ആണ് DA. ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറയും, ക്ഷാമബത്ത എന്ന് മലയാളത്തിൽ പറയും. DA ഇപ്പൊ നിലവിൽ 44% DA KSEBയിലെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നുണ്ട്, എഞ്ചിനീയേഴ്സിന് കിട്ടുന്നുണ്ട്. 44% DA എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന 41,600 ബേസിക് പേയുടെ 44% കൂടെ കൂടുതൽ കിട്ടും.
44%, ഇപ്പൊ 50% എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതിക്ക് അടുത്ത്. അപ്പൊ നോക്കി ഒരു 20,000 രൂപയുടെ അടുത്ത് നമുക്ക് DAയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് സ്കെയില് ഗ്രോസ് സാലറി എത്രയായിട്ട് മാറും? 60,000-അടുത്താവും. 60,000 ഗ്രോസ് സാലറി സബ് എഞ്ചിനീയേഴ്സിന് തന്നെ വരും. ഇത്രയും DA ഉണ്ട്. പ്ലസ് HRA, ഹോം റെന്റ് അലവൻസ്. നമ്മൾ താമസിക്കുന്ന വീടിന് നമുക്ക് ഹോം റെന്റ് അലവൻസ് കിട്ടും. വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ KSEBയുടെ ക്വാർട്ടേഴ്സുകളുണ്ട്. നമുക്ക് പുറത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കേണ്ട. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് തന്നെ ക്വാർട്ടേഴ്സുകളിൽ, ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ നമുക്ക് സ്ഥാപിക്കാം. അതിനുള്ള HRA നമുക്ക് ലഭിക്കും. ഞാൻ വളരെ പ്രധാനപ്പെട്ട അലവൻസസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ സർവീസിൽ നമ്മൾ ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് DA കിട്ടിക്കൊണ്ടിരിക്കുന്നത് 44% ആണെങ്കിൽ അത് ഓരോ 6 മാസം കഴിയുമ്പോഴും കൂടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു ശമ്പള പരിഷ്കരണം വരുന്നുണ്ട്. ശമ്പള പരിഷ്കരണം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് KSEB ലിമിറ്റഡ് കമ്പനിയിലും വരും. KSEBയിലും ഈ ഒരു ശമ്പള പരിഷ്കരണം വരും. ശമ്പള പരിഷ്കരണം വരുമ്പോൾ നിലവിലുള്ള ശമ്പളം, ബേസിക് പേ, അതിൽ നിന്നൊരു 20%-നടുത്ത് വർധനവ് നമുക്കുണ്ടാവും. ഓരോ 5 വർഷവും ശമ്പള പരിഷ്കരണം നടക്കും. സോ സബ് എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നതെങ്കിൽ 59,100 ബേസിക് പേ. സ്റ്റാർട്ടിങ് 59,100, 60,000 രൂപയുടെ അടുത്ത്. ആലോചിച്ച് നോക്കി. 59,100 തൊട്ട് 1,17,000, 1,17,400 വരെയാണ് ബേസിക് പേ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 59,100 ഓരോ വർഷം കൂടുമ്പോഴും ഇൻക്രിമെന്റ് കിട്ടി വരും. പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിന് മുകളിലെ പോസ്റ്റുകളിലേക്ക് നമ്മൾ പോകും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സബ് എഞ്ചിനീയർ ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് പരീക്ഷ എഴുതി നേരിട്ട് എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ് എഞ്ചിനീയർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയി പ്രൊമോഷൻ ലഭിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവും. സബ് ഡിവിഷൻ ലെവലിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് മാറും. അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സെക്ഷൻ ആണ്. KSEBയുടെ ഒരു സെക്ഷൻ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ അതിന് മുകളിലാണ് ഒരു സബ് ഡിവിഷൻ, അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നമ്മളെ AXE എന്നൊക്കെ പറയും. അതിന് മുകളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് മുകളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹു വിൽ ബി കൺട്രോളിങ് എ ഡിവിഷൻ ഓഫ് KSEB. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വലിയ ഒരു കൺട്രോളിംഗ് പോസ്റ്റ് ആണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അതിനു മുകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ മുകളിൽ ഏറ്റവും മുകളിലുള്ള പോസ്റ്റാണ് ചീഫ് എഞ്ചിനീയർ. എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് പ്രൊമോട്ടായിട്ട് എത്താൻ പറ്റുന്ന വലിയൊരു പോസ്റ്റാണ് ചീഫ് എഞ്ചിനീയർ ഓഫ് KSEB. അത് KSEBയിലെ ഒറ്റ ചീഫ് എഞ്ചിനീയർ അല്ല ഉണ്ടാവുക. ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ നിലവിൽ 4 ചീഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ട്രാൻസ്മിഷൻ സെക്ടറിൽ 3 പേരുണ്ട്. ജനറേഷൻ സെക്ഷനിൽ 1 ചീഫ് എഞ്ചിനീയർ ഉണ്ട്. അപ്പൊ ഈ ഒരു 4, 3, 7, 1, 8 ചീഫ് എഞ്ചിനീയേഴ്സിന് ഒരേ ജോബ് റോളുകളാണ്, എന്ന് വെച്ചാൽ ഒരേ പൊസിഷനാണ് അവർക്ക്. അവരാണ് പല സെക്ടറുകൾ കോംപ്രിഹെൻസീവ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ അത്രയും വൈഡായിട്ട് പല ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ ഉള്ളത് കൊണ്ട് അതിൽ ഓരോ സെക്ടറിലും ഓരോ ചീഫ് എഞ്ചിനീയർ. ഇപ്പൊ മൂലമറ്റം പവർ ഹൗസിന് മൊത്തത്തിൽ ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇത്രയും പോസ്റ്റുകളിലേക്ക് നമ്മൾ പഠിച്ച നമ്മുടെ BTech ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മൾ അടുത്ത 20 വർഷത്തിൽ, അടുത്ത 30 വർഷത്തിൽ എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് ഈ പരീക്ഷകൾക്ക് നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക. തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം, ലെറ്റ് മീ ടെൽ യു വൈ വി ഗോ ഫോർ KSEB. നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുമ്പോൾ സാലറി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ലെറ്റ് മീ ടെൽ യു വൺസ് അഗെയിൻ, ഒരു ഫ്രഷറിന് ഇത്രയും സാലറി കിട്ടുന്ന, ഇത്രയും പാക്കേജ് കിട്ടുന്ന മറ്റൊരു പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വേറെ ഇല്ല. ആൻഡ് സാലറി മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻ അടക്കമുള്ള മറ്റെല്ലാ ഗവൺമെന്റ് ജോലിയുടെ എല്ലാ ജോബ് സെക്യൂരിറ്റിയും നമുക്ക് ലഭിക്കും. KSEBയിലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ നിലയും വിലയും എന്താണെന്ന് നമുക്കറിയാം. ഹൈ സോഷ്യൽ വാല്യൂ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു സെക്ടർ ഇല്ല. നമ്മൾ ചലഞ്ചിങ് റോൾ, അങ്ങനെയും പറയാം. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചലഞ്ചിങ് റോൾ. നമ്മൾ എപ്പോഴും ഒരേ പണിയെടുക്കാതെ നമ്മുടെ ജോബ് സെക്ടറിൽ നമ്മൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പോ ഈ പറയുന്ന റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, സോളാർ എനർജിയിലേക്ക് മാറാനുള്ള ഗവൺമെന്റ് പോളിസിയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ടെക്നോളജികൾ KSEB ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ഒക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ എഞ്ചിനീയേഴ്സ് ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ജോബ് സെക്ടർ, നമ്മുടെ കോർ സബ്ജക്ട് പഠിച്ച് അതിലൊരു ജോബ് സെക്ടർ ആഗ്രഹിക്കുന്നവർ KSEBയിൽ തന്നെ വരിക. എൻട്രി KSEBയിലേക്ക് വേണ്ടി, KSEBയിലെ സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കോംപ്രിഹെൻസീവ് ആയിട്ടൊരു
കമ്പൈൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ച് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് മാത്രമല്ല, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനും കമ്പൈൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എൻട്രിയിലുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എഞ്ചിനീയേഴ്സിന് കിട്ടുന്നത് ഒരു പക്ഷേ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കാം. സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് PWDയിലും മറ്റ് സെക്ടറുകളിലും എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അതേപോലെ KSEBയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ കമ്പൈൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് KSEBയിലെ സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോബ് പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല. ഇത് പഠിച്ചാൽ ആ പരീക്ഷ മാത്രമല്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ഓൾമോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോബ് സെക്ടറുകളിലെ സിലബസ് ഒക്കെ സെയിം ആണ്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് റെയിൽവേയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, RRB JE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോബിന് ഇതേ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ സെൻട്രൽ സെക്ടറിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ ക്ഷണിക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾക്ക് ഇതേ സിലബസ് വെച്ച് നിങ്ങൾക്ക് പഠിച്ചിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്കല്ല, കേരള PSCയിൽ വരുന്ന പരീക്ഷകളും സെൻട്രൽ സെക്ടറുകളിൽ SSC RRB സെക്ടറുകളിൽ വരുന്ന പരീക്ഷകൾക്കും ഒക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് ആയിട്ട് വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള 1 ഇയർ എക്സ്റ്റൻഷനും 1 ഇയർ ഡ്യൂറേഷനും ഒക്കെയുള്ള രീതിയിലുള്ള കോഴ്സാണ് എൻട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ KSEBയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട്, ഒരു എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥനായിട്ട് മാറിയിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അവസരമാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താഴെയുള്ള ലിങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എൻട്രിയുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ നിലവിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് വലിയ ഓഫറോട് കൂടെയാണ്, നമ്മൾ ഒരു കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാത്തത്, നിങ്ങൾക്കത് സീസണൽ ആയിട്ട് പല ഓഫറുകളോട് കൂടെയാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ഗവൺമെന്റ് ജോബ് സെക്ടറുകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള എൻട്രി എഞ്ചിനീയറിംഗ് സെക്ടറിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് വേണ്ടി നടത്തുന്ന ഈ കമ്പൈൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രൈവറ്റ് സെക്ടറിലടക്കം, പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കയറാൻ പറ്റുന്ന പ്രൈവറ്റ് സെക്ടർ ജോബുകളുണ്ട്. ജനറൽ ഇലക്ട്രിക്കൽസ് അടക്കമുള്ള ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ജോബുകൾ, അതേപോലെ തന്നെ നവരത്ന കമ്പനികളിൽ വരുന്ന കമ്പനികളിൽ കയറാൻ പറ്റുന്ന തരത്തിൽ, പബ്ലിക് സെക്ടർ അല്ല എന്നാൽ ഒരു പബ്ലിക് മാൻഡേറ്റോട് കൂടി പ്രവർത്തിക്കുന്ന കമ്പനികളിലൊക്കെ ഇതേപോലെ ജോബ് സെക്യൂരിറ്റിയുള്ള ജോബ് റോൾസ് ഉണ്ട്. അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഇൻഫർമേഷനും നോട്ടിഫിക്കേഷനും ഒക്കെ കൃത്യസമയത്ത് എൻട്രിയിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതിനൊക്കെ ഒരുമിച്ച് നമുക്ക് പഠിക്കാനും പറ്റും. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയുള്ളവർക്ക് ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടി ഒരൊറ്റ കോഴ്സിലൂടെ തയ്യാറാവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ജോബിന് വേണ്ടിയല്ല, ഒരുപാട് ജോബിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എൻട്രിയോടൊപ്പം വീണ്ടും മറ്റൊരു ജോബ് റോൾ ഡിസ്കഷനുമായിട്ടും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടും വീണ്ടും വരാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.